ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കുറേ നാളായിട്ടോ ഒറ്റയ്ക്ക് നൈറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. എപ്പോഴും നൂഹമോള് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഐശുവും പത്തും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാറില്ല കേട്ടോ. അങ്ങനെ രണ്ടര വർഷം കഴിഞ്ഞു. 2.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ കേട്ടോ. ഒന്ന് റൊമാൻറ്റിക് ആകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എൻ്റെ നടത്തം കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരികയാണ് കേട്ടോ. ഈ കുണുങ്ങി നടക്കുന്ന വാത്തത്താറാവിൻ്റെ പോലെയുണ്ട്. പ്രഗ്നൻസിക്ക് ശേഷം വളരെ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുള്ളതുകൊണ്ട് ഉള്ള കോൺഫിഡൻസ് മൊത്തം അങ്ങ് പോയി എന്ന് തന്നെ പറയാമല്ലോ. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കുറവാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാതിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ്, വണ്ണം വെക്കുന്നത് നാച്ചുറലല്ലേ. സോ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് കറങ്ങി നടന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നോക്കുമ്പോൾ അത് ഫുള്ളൊരു തീറ്റ വ്ളോഗായിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ തട്ടുകടയിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിക്ക് ഇറങ്ങിയതാട്ടോ. പിന്നെ നോക്കുമ്പോൾ അത് നിൽക്കണില്ല കേട്ടോ. പിന്നെ അത് മുട്ട പുഴുങ്ങിയതായി. പിന്നെ എന്തോ ഒരു ജീരക സോഡ കുറേ നാളായിട്ട് കഴിച്ചിട്ട്. അപ്പം പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ജീരക സോഡ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോയിട്ടോ. പിന്നെ ഞാനൊരു സമൂസ കഴിച്ചു. കാക്കു ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങി മുട്ട കഴിച്ചു. ആ സാധനത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് കുടഞ്ഞിട്ടത്. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ജീരക സോഡ കുടിച്ചു. ഇത് വേറെ കടയാട്ടോ. അവിടെ നിന്ന് നമ്മൾ പോന്നു. അവിടെ നിന്ന് പോന്നിട്ട് ജീരക സോഡയുടെ പോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, പേരൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നാൽ അത് വാങ്ങിച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് കരുതിയിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ലഡു കാക്കുവിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഈ ഒരു കടയിൽ. അതായത് നമ്മളുടെ കുന്തിപ്പുഴ പാലത്തിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളി ലഡു കിട്ടും കേട്ടോ. അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് പാഴ്സൽ വാങ്ങിച്ചു വീട്ടിൽ വന്നു.